മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക പാല ടൗണിൽ നിന്ന് ഉദ്ദേശം 2 കിലോമീറ്റർ ദൂരം മാത്രം മാറിയ ഞാനിവിടെ നിൽക്കുക. ഒരു 12 സെന്റ് സ്ഥലത്തിനകത്ത് നല്ലൊരു പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു 5-6 വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് ഇവിടെ നിൽക്കുക. നല്ല വീട് തന്നെയാണ്, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുക. നല്ലൊരു മോഡലാണ് വീട്. അതുപോലെ തന്നെ ഇപ്പം വീണ്ടും മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഏറ്റവും നല്ല വേറൊരു നിലവാരത്തിലേക്ക്, വേറൊരു ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ വീട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ഈ വീട് സ്ഥലം കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 95 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. കിണർ വെള്ള സൗകര്യമുണ്ട്, വെള്ളപ്പൊക്ക ഭീഷണികളില്ല എന്നുള്ളതും ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മീനച്ചിൽ ഹോംസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇത് നമ്മൾ ടാർ റോഡിലാണ് നിൽക്കുന്നത്. പഞ്ചായത്ത് റോഡരികാണ്. ഈ റോഡരികിൽ നിന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു മതിൽ, ഗേറ്റ് ഒക്കെ കടന്ന് ഗേറ്റ് നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ്. ഈ മതിലിൻ്റെ വാൾ മുതൽ ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും ഏറ്റവും നല്ല ഭംഗിയുള്ള വർക്കുകളാണ്. ഏകദേശം 5-8 വർഷത്തോളമായി, ഒരു 5 വർഷത്തോളമായിട്ട് ഒരാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്. അദ്ദേഹം ജോലി സംബന്ധമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ടതിനാൽ ഒന്നും കൂടി മെയിൻ്റനൻസ് ചെയ്ത് ഒന്നുകൂടി പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് നല്ല രീതിയിലാക്കി എടുത്തിട്ട് പുതിയ വീടിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെ ആക്കി എടുത്തുകൊണ്ട് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വീടാണ്. 12 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് അടങ്ങിയിരിക്കുക. അതുപോലെ തന്നെ ഇത് കിണർ വെള്ളം എപ്പോഴും ഉണ്ട് എന്നുള്ളതും വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലും ഇല്ല എന്നുള്ളതുമാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എന്നാൽ നല്ല ഒരു ഭംഗിയുള്ള രീതിയിലുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഈ വീടിന് കിട്ടുക. 2 കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള കാർ പോർച്ച് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല കുറേ അധികം കുറച്ച് സ്ഥലമാണ് ഉള്ളതെങ്കിലും ആ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഇല്ലിയൊക്കെ നട്ടു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റ് കൊണ്ടുള്ള സിറ്റ് ഔട്ട്. നമുക്ക് ജസ്റ്റ് വീടിൻ്റെ പുറം സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇത് നമ്മുടെ പില്ലറിൽ ക്ലാഡിങ് ഒട്ടിച്ചിരിക്കുന്നു. ക്ലാഡിങ് നമ്മുടെ ജനലൊക്കെ തേക്കാണ്. നല്ല മാവ്, പ്ലാവ്, തെങ്ങ് എന്ന് വേണ്ടുന്ന നല്ല ചെടികൾ എന്ന് വേണ്ടുന്ന അദ്ദേഹം പറയുകയായിരുന്നു. അദ്ദേഹത്തിന് ചെടികളോടും മരങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം ഈ വീടിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇനിയും നമ്മളിതൊന്നും നട്ടുപിടിപ്പിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ഐഡിയാപരമായിട്ട് തന്നെയാണ് ഓരോ ചെടികളും നട്ടിരിക്കുന്നത്. തെങ്ങ് തന്നെയുണ്ട്, 5-6 തെങ്ങുണ്ട്. നല്ല കായ്ഫലമുള്ള തെങ്ങ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിരിക്കുക. നല്ല അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല, നല്ല അയൽവാസികളൊക്കെ ഉള്ളൊരു മേഖല എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് പോവുകയാണ്. ഇതാണ് തെങ്ങൊക്കെ കായ്ച്ചു നിൽക്കുന്നത്, കണ്ടോളൂ. നല്ല കായ്ഫലമുള്ള നല്ലൊരു തെങ്ങ് തന്നെയാണ്. തെങ്ങ് അതുപോലെയുള്ളൊരു 4-5 തെങ്ങുണ്ട് ഇതിനകത്ത്. തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്കിവിടെ കാണാം. കാരണം നല്ല വീടുകളും നല്ല ആൾക്കാർ, നല്ല ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ഏത് ടൈപ്പ് ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് എന്നൊരു വീടേ നോക്കിയാൽ മനസ്സിലാകും എന്നൊക്കെ പണ്ടൊരാൾ വന്നപ്പോൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ഇവിടുത്തെ ചുറ്റുവട്ടമുള്ള വീടുകളെല്ലാം നോക്കുമ്പോൾ ഏറ്റവും നല്ല വീടുകളും നല്ല രീതിയിലുള്ള ഒരു നീറ്റായിട്ടുള്ള ഒരു ഏരിയയും, എല്ലാവരും വളരെ നീറ്റായിട്ട്, റോഡാണെങ്കിലും വീടാണെങ്കിലും മുറ്റമാണെങ്കിലും എല്ലാം വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇതാണ്. ഇവിടെ വീടിന് പുറത്ത് ചെറിയൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഒരു സ്റ്റോർ റൂമും ഔട്ട് ഹൗസും എല്ലാം കൂടിയാണ്.
സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം പോലെയാണ് ആ സ്റ്റോർ റൂം. അതിൻ്റെ താക്കോൽ എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് കയറി വീഡിയോ എടുത്തില്ല. മുകളിലേക്ക് കയറുവാനായിട്ടൊരു സ്റ്റെയർ കേസ് നമുക്ക് പുറത്തുനിന്ന് കാണാം. ഇനി നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ ഒട്ടനവധി സാധനങ്ങൾ നട്ടുവെച്ചിട്ടുണ്ട് മരങ്ങളായിട്ടൊക്കെ. അതിൻ്റെ എല്ലാം പേര് പറയാൻ പോയി കഴിഞ്ഞാൽ ഞാനിതൊക്കെ ഓരോന്ന് എഴുതി വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇതുകൊണ്ട് എൻ്റെ വണ്ടിയും അദ്ദേഹത്തിൻ്റെ വണ്ടിയും 2 കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ 2 ബൈക്കും കൂടെ എടുത്ത് വെക്കാം ഇവിടെ. അത്രയും വലിയ കാർ പോർച്ചാണ് ഇവിടെ. അപ്പോൾ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 95 ലക്ഷം രൂപയാണ് ചോദിക്കുക. ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. നമ്മളിനി നേരെ സിറ്റ് ഔട്ട് കയറുകയാണ്. സിറ്റ് ഔട്ട് കയറി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറും നമുക്ക് കാണാം. അതുപോലെ തന്നെ ജനൽപ്പാളികളും തേക്കാണെന്ന് നമുക്ക് കാണാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറും അതുപോലെ തന്നെയുള്ള നല്ലൊരു തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറൊക്കെ കണ്ട് നമ്മളകത്തേക്ക് തുറന്ന് കയറുമ്പോൾ നല്ല ടൈല് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറുക. ഇവിടെ എന്താ പറയുക ക്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഒരു വേറൊരു ലെവലാക്കിയിട്ടുണ്ട് ഈ ഒരു ഭിത്തി. നല്ല ക്ലാഡിങ് ടൈലുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള നല്ല ഒരു വെറൈറ്റിയാണ് ഇവിടെ കാണുന്നത്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി. നമുക്കിവിടെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഫൈബറിൻ്റെ കർട്ടനൊക്കെയാണ് കൊടുത്തിരിക്കുക. ഇതൊരു ഓഫീസ് റൂമായിട്ടാണ് അദ്ദേഹം യൂസ് ചെയ്യുക. അതുപോലെ നമുക്കിതൊരു ബെഡ്റൂമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടത് എങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ടാണ് അദ്ദേഹം യൂസ് ചെയ്യുക. ഇനിയും നമ്മൾ ഇവിടെ നിന്ന് നമ്മളുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോയത്. ഇതിൻ്റെ ഇടയിലെല്ലാം ഇവിടെയെല്ലാം നല്ല ഫ്ലവറുകൾ ഫോട്ടോസൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു വർക്കാണ് ഇവിടെ വന്നിരിക്കുക. വലിയ സോഫ സെറ്റ് ഇട്ടാലും ഈസി ആയിട്ട് എടുക്കുവാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് നടക്കുവാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈല് വർക്കാണ് സ്വീകരണ മുറിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മൾ അവിടുന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഡൈനിങ് ഹാളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഡൈനിങ് ഹാളും ഒരു അസാമാന്യ വലിപ്പമുള്ള ഡൈനിങ് ഹാള് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നമ്മൾ വൈഡ് ആംഗിളിലിട്ടാണ് വീഡിയോ എടുക്കുക. അതായത് കൂടുതൽ ഏരിയ കവർ ചെയ്യാനായിട്ടാണ് വൈഡ് ആംഗിളിലിട്ട് എപ്പോഴും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതിലും ഒത്തിരി വലിപ്പമുള്ള ഒരു വീട് തന്നെയാണ് ഈ കാണുന്ന വീട്, സ്വീകരണ മുറി അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈനിങ് ഹാളൊക്കെ. ഇതൊരു രൂപക്കോടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെയൊക്കെ രൂപം വെച്ചൊക്കെ പ്രാർത്ഥിക്കുവാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു രൂപക്കോട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും പാലാ ടൗണിലേക്കുള്ള ദൂരം 2 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ പാലാ ടൗണൊക്കെ ആയിട്ടുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത്. ബസ് ഓടുന്ന റോഡിലേക്ക് നമുക്ക് ഇവിടുന്ന് പോകുവാനായിട്ടൊരു 400-500 മീറ്റർ ദൂരമാണ്. എന്നാലും ഹൈവേയിലേക്ക് ഇറങ്ങുവാനായിട്ട് ഒരു 1 കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട്. എന്തെങ്കിലും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അതുപോലെ തന്നെ ഈ വീടിരിക്കുന്ന ഭാഗത്ത് ഒരിക്കലും വെള്ളം കയറുന്ന പ്രശ്നമില്ലാത്ത ഒരു മേഖല കൂടിയാണ് ഇവിടെ. AC ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക. കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം ഈ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നുള്ളതും. വെള്ളം കയറുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ വെള്ളം ഇഷ്ടംപോലെ കിട്ടും എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണല്ലോ. നല്ല രീതിയിൽ എല്ലാം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വിൽക്കുവാനായിട്ട് ആഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളിലും ക്ലോസറ്റൊക്കെ ആണെങ്കിലും പുതിയ മോഡൽ മാറ്റി വെച്ചിട്ടുണ്ട്. ടൈലൊക്കെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഒന്നുകൂടി ഒരു ബലവത്തായിട്ടുള്ള രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നത്. ഇവിടെ വലിയൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു റൂമും കൂടി അപ്പുറത്തോട്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു പ്രൈവസി, ഒരു ഓഫീസ് റൂം, ഈ റൂമിൽ താമസിക്കുന്ന ആൾക്ക് ഒരു ഓഫീസായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് ഫാനാണെങ്കിലും ലൈറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ സ്വിച്ചസ് ഒക്കെ നോക്കിയാലും എല്ലാം നല്ല ബ്രാൻഡഡ് ആണ് എന്നുള്ളതാണ് എനിക്കിവിടെ തോന്നിയത്. മുത്തോലി ബ്രില്യൻ്റ് ഭാഗത്തേക്ക് പോകുവാനായിട്ട് എളുപ്പമുള്ളൊരു വഴിയാണ് ഇവിടം. അതുപോലെ തന്നെ മെഡിസിറ്റി, ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുവാനായിട്ട് ഇവിടുന്ന് എളുപ്പമാണ്. പല ടൗണിലേക്ക് ഇറങ്ങുന്ന കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കോളേജുകൾ, കടകൾ എല്ലാം ഈ പറയുന്ന ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് പറയാവുന്ന രീതിയിൽ അത്രയും അടുത്തായിട്ട് തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 1-1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ മാക്സിമം ദൂരത്തിൽ ഈ സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്കിവിടുന്ന് പൊൻകുന്നം, ഈരാറ്റുപേട്ട, വാഗമണ്, പാലായിൽ നിന്ന് നമുക്ക് തൊടുപുഴ, ഇടുക്കി മേഖലകളിലേക്ക്, അതുപോലെ തന്നെ ശബരിമല, എരുമേലി ഭാഗത്തേക്കൊക്കെ, എരുമേലിയിൽ പുതിയ എയർപോർട്ട് വരികയാണ്, അങ്ങോട്ടേക്കൊക്കെ പോകുവാൻ, കോട്ടയം, എറണാകുളം സൈഡിലേക്കൊക്കെ പോകുവാൻ, എല്ലാ മേഖലകളിലേക്കും പോകുവാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളങ്ങനെ വന്ന് നമ്മുടെ കിച്ചണിലെ ദൃശ്യങ്ങളിലേക്ക് വന്നു. ഇവിടെ കിച്ചൺ ഒരു ഭയങ്കരമായ നല്ല രീതിയിലുള്ള കബോർഡുകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. ഇവിടെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു ഇതുണ്ട്. കിച്ചണും വർക്ക് ഏരിയയും തമ്മിലുള്ള ഏരിയയിലൊരു നല്ലൊരു ടേബിൾ പോലെയൊക്കെ ഇട്ട് നല്ലൊരു ക്രിയേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന നല്ലൊരു കിച്ചണാണ് ഇവിടെ. കിച്ചനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അത്രയ്ക്കും നല്ല അടിപൊളി കിച്ചനാണ്. മൊത്തം കബോർഡ് വർക്കുകളാണ്. നല്ല കബോർഡുകളുണ്ട്. ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പാത്രങ്ങളും അതുപോലെ മേടിച്ച് കൊണ്ടുവരുന്ന പലചരക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കിച്ചൺ, നല്ല സ്പേസ് ഉള്ള കിച്ചനാണ്. അതുപോലെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന വാൾ ടൈലുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും വില കൂടിയതും ഏറ്റവും നല്ല ഭംഗിയുള്ളതുമായ വാൾ ടൈലുകളെല്ലാമാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുക. കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു സെർവൻ റൂമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലൂടെ സമീപത്ത് സ്റ്റോർ റൂമുണ്ട്, സെർവൻ റൂമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലെല്ലാം നല്ല ഒരു അടിപൊളിയാക്കി എടുത്തിരിക്കുന്നുണ്ട്. കിച്ചൻ്റെ വാൾ ടൈലൊക്കെ കണ്ടോ? സാധാരണ കയറി വരുന്ന പില്ലറിനൊട്ടിക്കുന്ന ടൈലാണ്. അത് ഏറ്റവും ഭംഗിയുള്ള ടൈലാണ്. പില്ലറിന് വീടിൻ്റെ ഏറ്റവും ആദ്യം ഒട്ടിക്കുന്ന ടൈല്. ആ രീതിയിലുള്ള ടൈലുകളാണ് ഇവിടേക്ക് ഒട്ടിച്ചിരിക്കുക. ഇതൊരു ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു സെർവൻ റൂമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കരുതാവുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ബെഡ്റൂമാണ്. ഇവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടൊക്കെ നമുക്ക് പറ്റുക. ഇവിടെ നിന്നല്ല, ഇതിൻ്റെ തൊട്ടിപ്പുറത്തു നിന്നാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഇവിടെ നല്ല ഒരു വാൾ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല കിടുകാഴ്ചയാക്കി ഇരുത്തിയിരിക്കുന്ന നല്ലൊരു റൂമാണ്. ഇനി ഇതിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് വീടിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഒരു ഡ്രസ്സിങ് ഏരിയയാണ്. ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ഏരിയയാണ്. അവിടെ ഒരു ബെഡ്റൂമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്.
അവിടെ വലിയൊരു ഹാളുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ഒരു ടോയ്ലറ്റാണ്. സെർവൻ്റ് താമസിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ടോയ്ലറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുക. നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറുമ്പോൾ ഇതൊരു വാൾട്ടയിലൊക്കെ ഒട്ടിച്ച നല്ലൊരു ഭിത്തിയൊക്കെ കണ്ട് നല്ലൊരു ഭംഗിയാണ് ഈ മുകളിലത്തെ നിലയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് ഇതിന് പറയാനായിട്ടുള്ളത്. നമ്മളെ സൗകര്യങ്ങളാണ്, നല്ല സൗകര്യങ്ങളാണ്. ഈ അടുത്ത കാലത്ത് ചെയ്തെടുത്ത ഒരു വർക്കാണിത്. അദ്ദേഹം ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അതിനപ്പുറത്തൊരു ബെഡ്റൂമുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, ഒരു AC നമ്മൾ കണ്ടു. ഇതെല്ലാം കൂടെ കൂടിയാണ് നമുക്ക് തരിക. ഇതാണ് മുകളിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓട് കൊണ്ടുള്ള റൂഫ് വർക്കാണ്. പണ്ടൊക്കെ നമ്മൾ ഈ ഓടിൻ്റെ താഴെയാണ് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമുക്ക് ഓടിന് താഴെ വാർക്കയ്ക്ക് താഴെ വീടും എന്നുള്ള നിലവാരത്തിലേക്കൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സീലിംഗ് ഒക്കെ അടിച്ച് നല്ലൊരു ബെഡ്റൂമാക്കി, വലിയ ബെഡ്റൂമല്ല, അതിനേക്കാളൊക്കെ വലിയൊരു ഹോള് പോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് സോളാർ വാട്ടർ ഹീറ്റർ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് 95 ലക്ഷം രൂപ പറയുക. അപ്പോൾ ചോദിക്കുന്ന വിലയേക്കാളും നെഗോഷ്യബിളാണ്. ബാങ്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു ജിമ്മൊക്കെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മുകളിലത്തെ നില അതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലേ കുട്ടികളെ മുകളിലോട്ട് കയറ്റി വിട്ടിട്ട് അവർക്കൊരു സ്പോർട്സ് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കളിക്കുവാനൊക്കെ ആയിട്ട് ഏറ്റവും സേഫാണ്. ഈ 2 ഡോറങ്ങ് അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ മുകളിലോട്ട് കയറ്റി വിട്ടാലും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളിനി വീണ്ടും ഇത് ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഇവിടെ വാട്ടർ ടാങ്ക് 1000-ൻ്റെ 2 വാട്ടർ ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മീനച്ചിൽ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ്, മാർക്കറ്റ് പ്ലേസ് എല്ലാം ഉണ്ട്. മീനച്ചിൽ ഹോംസ് എന്ന് നോക്കിയാൽ മതി. ഗൂഗിളിൽ മീനച്ചിൽ ഹോംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് പുതുപുത്തൻ വീഡിയോകളുമായിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ എന്നും വരുന്നതാണ്. 365 ദിവസമുണ്ടെങ്കിൽ 365 വീഡിയോയും ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ആദ്യമായിട്ട് ഇറങ്ങിയ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.